രാത്രി നന്നായി ഉറങ്ങുകയും വളരെ ഉന്മേഷത്തോടെ ജോലിക്ക് വരികയും ചെയ്തു. എന്നാൽ എപ്പോഴും ക്ഷീണം, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം വല്ലാതെ ഉറക്കം വരിക. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നാലോചിച്ച് തല പുകയ്ക്കേണ്ട. ഇന്നത്തെ തിരക്കേറിയ ജീവിതശൈലിയിൽ ഉച്ച കഴിഞ്ഞുള്ള ക്ഷീണം എന്നത് സർവ്വസാധാരണമായൊരു പരാതിയായി മാറിയിരിക്കുന്നു. ജോലി സമ്മർദ്ദമോ പ്രായക്കൂടുതലോ ആണ് കാരണമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത്തരം ക്ഷീണങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം പലരും അവഗണിക്കുന്ന ഒരു വൈറ്റമിൻ്റെ കുറവാണെന്ന് ഡോക്ടർമാർ പറയുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവാണ് ഇത്തരം ക്ഷീണത്തിന് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള പെട്ടെന്നുള്ള ക്ഷീണം, മന്ദത, മയക്കം എന്നിവ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും കൂടുതലായി ബാധിക്കുന്നുണ്ട്. അതിശയമെന്ന് പറയട്ടെ, നന്നായി ഉറങ്ങുകയും പതിവായി വ്യായാമം ചെയ്യുകയും സമീകൃതാഹാരം പിന്തുടരുകയും ചെയ്യുന്നവരിലും ഈ ലക്ഷണങ്ങളുണ്ട്. മിക്ക ആളുകളും ഇത് ദൈനംദിന സമ്മർദ്ദത്തിൻ്റെയോ ജോലിഭാരത്തിൻ്റെയോ ഭാഗമാണെന്ന് കരുതി അവഗണിക്കുന്നു. എന്നിരുന്നാലും ഉച്ച കഴിഞ്ഞുള്ള തുടർച്ചയായ ക്ഷീണം അടിസ്ഥാന വൈറ്റമിൻ ഡിയുടെ അഭാവത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വെറും എല്ലുകളുടെ ശക്തിക്ക് മാത്രമല്ല, ശരീരത്തിന്റെ ഊർജം നിലനിർത്തുന്നതിലും വൈറ്റമിൻ ഡി നിർണായക പങ്ക് വഹിക്കുന്നു. ശരീരത്തിന്റെ ഊർജ കറൻസി എന്നറിയപ്പെടുന്ന അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വൈറ്റമിൻ ഡി ശരീരത്തെ സഹായിക്കുന്നു. ഇതിനായി കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയെ ഉത്തേജിപ്പിക്കുകയാണ് വൈറ്റമിൻ ഡി ചെയ്യുന്നത്. ATP ഉൽപ്പാദനം കുറയുമ്പോൾ പേശികളെയും തലച്ചോറിനെയും ഇത് നേരിട്ട് ബാധിക്കുന്നു. പേശികൾക്ക് ശക്തി കുറയുകയും തലച്ചോറിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ചെയ്യുന്നു. ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വൈറ്റമിൻ ഡി സപ്ലിമെന്റുകൾ നൽകുന്നതിലൂടെ പേശികളിലെ മൈറ്റോകോൺട്രിയൽ ഓക്സിഡേറ്റീവ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും തൽഫലമായി ക്ഷീണം കുറയ്ക്കാനും സാധിക്കുമെന്നാണ്. കൂടാതെ വൈറ്റമിൻ ഡി സെറോട്ടോണിൻ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നു. സെറോട്ടോണിൻ ഒരു പ്രധാന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമ്മുടെ മാനസികാവസ്ഥയും ഊർജ്ജ സന്തുലിതാവസ്ഥയും നിയന്ത്രിക്കുന്നത് സെറോട്ടോണിനാണ്. സെറോട്ടോണിൻ കുറഞ്ഞാൽ മാനസികാവസ്ഥ മോശമാവുകയും ഊർജം കുറയുകയും ചെയ്യും. ഇത് പലപ്പോഴും ഉച്ച സമയങ്ങളിൽ ഒരുതരം വിഷാദാവസ്ഥയോ അല്ലെങ്കിൽ കടുത്ത മടുപ്പോ അനുഭവപ്പെടാൻ കാരണമാകുന്നു. സെറോട്ടോണിന്റെ അളവ് കുറയുന്നത് സെറോട്ടോണിൻ ഡിക്ലൈൻ എന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ഇത് പകൽ സമയത്തെ ഉറക്കക്കൂടുതലിന് വഴിതെളിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായി ഉച്ചയ്ക്ക് ശേഷം ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയുന്നു. സാധാരണഗതിയിൽ ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണെങ്കിലും വൈറ്റമിൻ ഡി കുറവുള്ളപ്പോൾ ശരീരത്തിന് ഈ കുറവിനെ ക്രമീകരിക്കാൻ ബുദ്ധിമുട്ടാകുന്നു. ഹോർമോൺ ഉൽപ്പാദനത്തെയും പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്ന ഒന്നായതിനാൽ വൈറ്റമിൻ ഡിയുടെ അഭാവം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ശരീരത്തിന്റെ എനർജി ലെവൽ താഴുന്ന ഉച്ച സമയത്താണ്. അതിൻ്റെ ഫലമായി അമിതമായ മന്ദതയും മയക്കവും ഉണ്ടാകുന്നു. വൈറ്റമിൻ ഡി അളവ് കുറയുമ്പോൾ ശരീരത്തിലെ കോശങ്ങൾക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. ഇത് പകൽ സമയത്ത് പെട്ടെന്നുള്ള ക്ഷീണത്തിനും അലസതയ്ക്കും കാരണമാകും. ആരോഗ്യമുള്ള ഒരാളിൽ വൈറ്റമിൻ ഡിയുടെ അളവ് 20 മുതൽ 50 നാനോഗ്രാംസ് പെർ മില്ലി ലിറ്റർ വരെ വേണം. 20 നാനോഗ്രാംസ് പെർ മില്ലി ലിറ്ററിൽ താഴെയുള്ള അവസ്ഥ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയി കണക്കാക്കുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 100 കോടി ആളുകൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൂര്യപ്രകാശം ധാരാളമായി ലഭിക്കുന്ന ഒരു രാജ്യമാണെങ്കിലും ഇന്ത്യയിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് പ്രധാന ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുന്നു. നഗരപ്രദേശങ്ങളിലെ 70% ആളുകൾക്കും വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിന് പ്രധാന കാരണം നമ്മുടെ മാറിയ തൊഴിൽ സാഹചര്യങ്ങളാണ്. ദിവസത്തിന്റെ ഭൂരിഭാഗവും എയർ കണ്ടീഷൻ ചെയ്ത മുറിക്കുള്ളിൽ ചെലവഴിക്കുന്നത്, കടുത്ത വായുമലിനീകരണം സൂര്യരശ്മികളെ തടയുന്നത്, ചർമ്മത്തിലെ മെലാനിന്റെ അളവ് എന്നിവയെല്ലാം വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. ഭക്ഷണത്തിലൂടെ മാത്രം വൈറ്റമിൻ ഡി ആവശ്യത്തിന് ലഭിക്കുക പ്രായോഗികമല്ല. ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ബ്ലഡ് ടെസ്റ്റ് വഴി ഇതിന്റെ അളവ് പരിശോധിക്കാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ സപ്ലിമെന്റുകൾ എടുക്കുന്നത് ഊർജ്ജസ്വലത തിരികെ ലഭിക്കാൻ സഹായിക്കും. അതോടൊപ്പം രാവിലെയും വൈകിട്ടും കുറഞ്ഞത് 10-15 മിനിറ്റ് നേരിട്ട് സൂര്യപ്രകാശം കൊള്ളുന്നത് ശീലമാക്കുക. കൊഴുപ്പുള്ള മത്സ്യം, മുട്ടയുടെ മഞ്ഞ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഈ ക്ഷീണത്തെ ഒരു പരിധിവരെ അകറ്റാൻ സഹായിക്കും.